എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതിനും അതുപോലെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിനുള്ള അവസരം, അതായത് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് ഇതിനൊക്കെയുള്ള അവസരം നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു 5 മണിക്ക് പോയിട്ട് എഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്കുകളൊക്കെ വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. പിന്നീട് സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കില്ല, അത് കൺഫേം ചെയ്യാനും സാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ ഇന്ന് വൈകിട്ട് 4 മണിക്കകം തന്നെ കൺഫേം ചെയ്യേണ്ടതാണ്. അതായത് 4 മണിക്ക് മുൻപ് തന്നെ കൺഫർമേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം 5 മണിക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ലിങ്കുകളൊക്കെ ഒഴിവാക്കും. പിന്നീട് ആ ഒരു വെബ്സൈറ്റിൻ്റെ ആ ഒരു ട്രാഫിക് പ്രോബ്ലം അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ ലിങ്ക് തന്നെ കിട്ടണം എന്നില്ല. നിങ്ങൾ നോക്കുന്ന സമയത്ത് ലിങ്കൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കൺഫർമേഷൻ ചെയ്യാൻ സാധിക്കാതെയൊക്കെ വന്നേക്കാം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് വൈകിട്ട് 4 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കും പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ കൺഫർമേഷൻ ചെയ്യുക. അങ്ങനെ കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വീണ്ടും അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അപേക്ഷയിൽ നിങ്ങളുടെ SSLCയുടെ റീവാലുവേഷന് ശേഷമുള്ള മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ കൂടിയ മാർക്ക്, അതുപോലെ ഓപ്ഷൻസ് കുറച്ചേ കൊടുത്തിട്ടില്ലെങ്കിൽ കുറേ ഓപ്ഷൻസ് കൊടുക്കുക, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, എത്ര ഓപ്ഷൻ വെച്ചാലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുക? അലോട്ട്മെൻറ്റ് കിട്ടാനായിട്ട് എത്ര ഓപ്ഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാനായിട്ട് വെക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എത്ര ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള സ്കൂളുകളും കോഴ്സുകളും ആയിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് നൽകേണ്ടത്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്കിപ്പോൾ സയൻസ് ആണ് പഠിക്കാൻ താല്പര്യം എന്ന് കരുതുക. അതുപോലെ സയൻസ് കിട്ടിയാൽ നിങ്ങൾ പഠിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയാലും പഠിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊമേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഹ്യൂമാനിറ്റീസ് കിട്ടിക്കഴിഞ്ഞാലും പഠിക്കുമെന്ന് കരുതുക. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്ക് സയൻസിനാണ്, പിന്നീട് കമ്പ്യൂട്ടർ സയൻസിനാണ്, പിന്നീട് കൊമേഴ്സിനാണ്, പിന്നീട് ഹ്യൂമാനിറ്റീസിനാണ് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് നൽകേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് പോയിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോയിട്ട് വരാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്കൂളായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ്, നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ആയിരിക്കണം. ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഓപ്ഷൻസ് വെക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വെക്കേണ്ട ഓപ്ഷൻസ് സയൻസ് ഗ്രൂപ്പിലാണ്. അപ്പോൾ ഈ ഒരു സയൻസിൻ്റെ ഏതൊക്കെ സ്കൂളുകളിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്, ആ ഒരു സ്കൂളുകളിലൊക്കെ സയൻസ് ആദ്യം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം പിന്നീട് മാത്രമേ എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കാവൂ. അതിനുശേഷം മാത്രമാണ് പിന്നീട് കൊമേഴ്സ് കൊടുക്കാവൂ. അതിനുശേഷം എല്ലാ സ്കൂളുകളിലും കൊടുത്ത ശേഷമാണ് പിന്നീട് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് കൊടുക്കാവൂ. അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ 10 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു 3 സ്കൂളുകളിലേക്കാണ് ഓപ്ഷൻസ് കൊടുക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ 3 സ്കൂളിൽ 10 ഓപ്ഷൻസ് ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു 10 ഓപ്ഷൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ ആദ്യത്തെ 3 സ്കൂളിൽ ഞാൻ സയൻസ് കൊടുത്തു. അതിനുശേഷം പിന്നീട് ഇതേ സ്കൂളുകളിലേക്ക് തന്നെ ഈ ഒരു അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തു. അതിനുശേഷം അടുത്ത 3 സ്കൂളിൽ ഞാൻ കൊമേഴ്സ് കൊടുത്തു. അതിനുശേഷം പിന്നീട് 10ാമതായിട്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് തരുന്ന സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യുന്നത്, ആദ്യം നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ, പിന്നീട് 2ാമത്തെ തരാൻ പറ്റുമോ, 3ാമത്തെ തരാൻ പറ്റുമോ, അല്ലെങ്കിൽ 4ാമത്തെ തരാൻ പറ്റുമോ എന്നിങ്ങനെ നോക്കും. നിങ്ങളുടെ WGPയും അതുപോലെ ആ ഒരു സ്കൂളിൽ അപേക്ഷ വിദ്യാർത്ഥികളുടെ WGPയും ഒക്കെ നോക്കി അവർക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻസ്, അതായത് 5ാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ എന്ന് നോക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് 5ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ അത് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഓപ്ഷൻ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ ഒരു സ്കൂളിൽ പോയിട്ട് ടെമ്പററി, അതായത് താൽക്കാലിക അഡ്മിഷൻ എടുക്കും. താൽക്കാലിക അഡ്മിഷൻ ഫീസ് കൊടുക്കേണ്ട, സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ നിങ്ങൾക്ക് നേടിക്കഴിയുമ്പോൾ ഇതിന് താഴെയുള്ള 6 മുതൽ ഈ ഒരു 10 വരെയുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും. പിന്നീട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് മുതൽ 1 തൊട്ട് 4 വരെയുള്ള ഓപ്ഷൻസിനെയാണ് പരിഗണിക്കുക. ഓൾറെഡി ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് അതിനെ പരിഗണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പിന്നീട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ, 2ാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ, 3ാമത്തെ തരാൻ പറ്റുമോ, 4ാമത്തെ തരാൻ പറ്റുമോ എന്നിങ്ങനെ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് 3ാമത്തെ തരാൻ പറ്റുമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 3ാമത്തെ ഓപ്ഷൻ നൽകുമ്പോൾ 4 തൊട്ട് 5 വരെയുള്ള ആ ഒരു ഓപ്ഷൻസ് ഡിലീറ്റ് ആയി. പിന്നീട് ആ ഒരു 3ാമത്തെ ഓപ്ഷൻ കിട്ടി സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ തന്നെ മതി. ഇനി ഹയർ ഓപ്ഷൻസ് ഒന്നും നോക്കുന്നില്ലെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭ്യമാണ്. അതേസമയം നിങ്ങൾക്ക് ഇനി ബയോളജി സയൻസ് തന്നെയാണ് പഠിക്കേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് 3ാമത്തെ ഓപ്ഷൻസിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് താഴെയുള്ള 4 തൊട്ട് 5 വരെയുള്ള ആ കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. പിന്നീട് അതിന് മുകളിലുള്ള സയൻസ് ഓപ്ഷൻസ് മാത്രം, അതുപോലെ നിങ്ങൾക്ക് നിലവിൽ കിട്ടുന്ന ആ ഒരു കോഴ്സ് മാത്രമാണ് ഉണ്ടാവുക. പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് തരുക. അതായത് ആദ്യത്തെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത്, ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും വെക്കാം. പക്ഷേങ്കിൽ ഓപ്ഷൻ വെക്കുമ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് ആദ്യം എല്ലാ സ്കൂളുകളിലും സയൻസ് വെക്കണം, പിന്നീട് എല്ലാ സ്കൂളിലും കൊമേഴ്സ് വെക്കണം, എല്ലാ സ്കൂളിലും പിന്നീട് രണ്ടാമത്
കമ്പ്യൂട്ടർ സയൻസ് വെക്കണം. അതിനുശേഷം മാത്രം എല്ലാ സ്കൂളുകളും കൊമേഴ്സ് വെക്കണം. അതിനുശേഷം മാത്രം ഹ്യൂമാനിറ്റീസ് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് വെക്കണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതാണോ ആ ഒരു കോഴ്സുകൾ നിങ്ങളുടെ താല്പര്യപ്രകാരം മുൻഗണനാക്രമത്തിൽ സയൻസ് ആദ്യം മുൻഗണന കൊടുക്കുക, പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുക, പിന്നീട് കൊമേഴ്സ് കൊടുക്കുക, പിന്നീട് ഹ്യൂമാനിറ്റീസ് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ നൽകുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.